ഒരു പെൻഷൻ മാത്രമാക്കി വെട്ടിച്ചുരുക്കിയ സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ നീതി തേടി നിയമ പോരാട്ടത്തിനൊരുങ്ങി FITU. ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടയ്ക്കുന്ന 10 ലക്ഷത്തോളം തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടതെന്ന് നേതാക്കൾ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും കിട്ടിക്കൊണ്ടിരുന്ന സാധാരണക്കാരനെ ഒരു പെൻഷൻ മാത്രമാക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടയ്ക്കുന്ന 10 ലക്ഷത്തോളം തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന തീരുമാനമാണിതെന്നും FITU നേതാക്കൾ പറഞ്ഞു. ഒരു തൊഴിലാളി തന്റെ 60 വയസ്സുവരെ അംശാദായം അടയ്ക്കുന്നുണ്ട്. തൊഴിലാളി പണമടച്ചിട്ടും എന്തുകൊണ്ട് അയാൾക്ക് 2 പെൻഷൻ ലഭിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ അവകാശത്തിനായി നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് FITU. വിഷയത്തിൽ മന്ത്രിമാരെ കാണുകയും സമരം നടത്തുകയുമൊക്കെ ചെയ്തെങ്കിലും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നതെന്ന് നേതൃത്വം പറഞ്ഞു. ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് ഒരു തൊഴിലാളി അവന്റെ തൊഴിലെടുക്കുന്ന കാലഘട്ടത്തിൽ 30-40 വർഷത്തിലധികം പണിയെടുത്ത് അവന്റെ വിയർപ്പിന്റെ അംശാദായമായി അടച്ചിട്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് കടക്കുമ്പോഴാണ് തൊഴിലാളിക്ക് ക്ഷേമനിധി പെൻഷൻ 60 വയസ്സ് കഴിയുമ്പോൾ കിട്ടുന്നത്. അതേസമയം ഒരു പൗരന് അവൻ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ കൊടുക്കുന്ന ഒരു പൗരന് കൊടുക്കുന്ന പെൻഷനാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളിയായി അവന്റെ തന്നെ അംശാദായം അടച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് കടക്കുമ്പോൾ അവന് ക്ഷേമനിധി പെൻഷൻ കിട്ടേണ്ടത്. പക്ഷെ ഇത് സർക്കാർ വളരെ ബോധപൂർവം ഈ 2 പെൻഷനും ഒന്നാക്കി പോകുന്ന, ഈ 2 പെൻഷനും ഒന്നായി പോകുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇരട്ട പെൻഷൻ കിട്ടുന്ന ഒട്ടനവധി ആളുകളാണ്. നമ്മുടെ MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും ഒക്കെ ഇരട്ട പെൻഷൻ മേടിക്കുന്ന ആളുകളാണ്. പക്ഷെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത സായാഹ്നത്തിലേക്ക് ചെല്ലുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് അവന് കിട്ടുന്ന ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവന് സാമൂഹ്യ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഈ ക്ഷേമനിധി പെൻഷൻ അടക്കം കിട്ടേണ്ട തൊഴിലാളികൾക്ക് ന്യായമായ രീതിയിൽ അവന് നിശ്ചിതമായ സമയക്രമങ്ങളിൽ അവന് പെൻഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ഈ തൊഴിലാളിയുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ, പ്രസവാനുകൂല്യങ്ങൾ, ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ക്ഷേമനിധി അടച്ച് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിലേക്ക് ചേർന്നിട്ട് പോലും അവർക്ക് കൊടുക്കാതെ അതിൽ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം എടുത്തുകൊണ്ടാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ ക്ഷേമനിധി ബോർഡുകൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമില്ല. നമ്മുടെ ഓഫീസിലേക്ക് തൊഴിലാളികളെ അന്വേഷിച്ച് ചെന്നാൽ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ അവർക്ക് കിട്ടേണ്ട നിയമോപദേശങ്ങളോ ഒക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ട ആ സാഹചര്യത്തിൽ അവിടുത്തെ ഓഫീസുകൾ ഒരു നിശ്ചലാവസ്ഥയിലാണ് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓരോ തൊഴിലിടങ്ങൾക്കും പ്രത്യേകമായ ക്ഷേമനിധി സംവിധാനങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്ത് ആ സംവിധാനങ്ങളെല്ലാം ഉടച്ചു വാർത്തുകൊണ്ട് ഒരു ഏകീകൃത ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാനായിട്ടുള്ള ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും ഗുണകരമാവുന്ന ഒരു തീരുമാനമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം പ്രശ്നങ്ങളെ വളരെ കൃത്യമായി FITU എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം നിരവധി സന്ദർഭങ്ങളിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. നിരവധി സമരങ്ങൾ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഭാരവാഹികളായ ജ്യോതിവാസ് പറവൂർ, തസ്ലീം അമ്പാട്, സണ്ണി മാത്യു, MH മുഹമ്മദ്, അഡ്വക്കേറ്റ് ലൂക്ക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ മിഷൻ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.